ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി സ്ക്വയർ അക്കാഡമി ഓൺലൈൻ കോച്ചിങ് ക്ലാസ്. ഞാൻ ചിഞ്ചു ഔസേപ്പ് കുട്ടി. ഈ സെപ്റ്റംബറിൽ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ 3 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ റോഡ്സ്, സ്ട്രീറ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് പ്രിസിങ്സ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് നമ്മുടെ റോഡ് ബേസിലൂടെയുള്ള പീപ്പിൾസിൻ്റെയും ഗുഡ്സിൻ്റെയും മൂവ്മെൻറ്റ് എഫിഷ്യൻ്റ് ആക്കാനുള്ള ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റഡീനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ്, ഫ്രീ ആൻഡ് റാപ്പിഡ് ഫ്ലോ ഓഫ് ട്രാഫിക് അച്ചീവ് ചെയ്യുക, അതേപോലെ ലീസ്റ്റ് നമ്പർ ഓഫ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആക്കുക. ആൻഡ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ, ലാൻഡ് യൂസ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ട്രാഫിക് ഡിമാൻഡ്, പബ്ലിക് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സോഷ്യൽ നീഡ്സ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ പർപ്പസ്. ഇനി നമുക്ക് അർബൻ റോഡ്സ് മെയിൻ ടോപ്പിക് ഇട്ട് കിടക്കാം. അർബൻ റോഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഈ ഏരിയനെ അർബൻ ഏരിയ ആൻഡ് റൂറൽ ഏരിയ എന്ന് തിരിച്ചിട്ടുണ്ട്. അർബൻ ഏരിയസിലുള്ള റോഡ്സിനെയാണ് അർബൻ റോഡ്സ് എന്ന് പറയുന്നത്. ഈ അർബൻ റോഡ്സ് മെയിൻലി 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് വേസ്, ആർട്ടീരിയൽ സ്ട്രീറ്റ്സ്, സബ് ആർട്ടീരിയൽ സ്ട്രീറ്റ്സ്, കളക്ടർ സ്ട്രീറ്റ് ആൻഡ് ലോക്കൽ സ്ട്രീറ്റ്. PSCക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അലോ ചെയ്തേക്കുന്ന ഏത് സ്ട്രീറ്റിലാണ് അങ്ങനെയൊക്കെ. അപ്പം ഈ 5 ക്ലാസിഫിക്കേഷനും പഠിക്കുന്നത് PSCക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് എക്സ്പ്രസ് വേ നോക്കാം. ഈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് സ്പീഡി ആൻഡ് ഹെവി ട്രാഫിക് ഉള്ള റോഡിനെയാണ് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഈ എക്സ്പ്രസ് വേയിലാണെങ്കിൽ പെഡസ്ട്രിയൻസ് അലൗഡഡ് അല്ല. ആൻഡ് ഈ വേ യൂസ് ചെയ്യുന്നത് മെയിൻ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസസിനെ കണക്ട് ചെയ്യാനാണ്. ഇനി ഈ എക്സ്പ്രസ് വേയിൽ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്ന ട്രാഫിക്കിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡിവൈഡർ അല്ലെങ്കിൽ മീഡിയൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ലെവൽ ക്രോസിങ്സ്, ഷാർപ്പ് കർവ്സ്, സ്റ്റീപ്പ് ഗ്രേഡിയൻസ് ഒക്കെ ഈ എക്സ്പ്രസ് വേയിൽ അവോയ്ഡഡ് ആണ്. അതേപോലെ ഇവിടെ റെഗുലർ ഇൻ്റർവെൽസിൽ ടെലിഫോൺ ഫെസിലിറ്റി, ഹൈവേ പോലീസ്, സർവീസിംഗ് സ്റ്റേഷൻസ്, റിഫ്രഷ്മെൻറ്റ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ആർട്ടീരിയൽ സ്ട്രീറ്റ്. ആർട്ടീരിയൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രസ് വേയിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റ്സിനെയാണ് ആർട്ടീരിയൽ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടീരിയൽ സ്ട്രീറ്റ്സിൽ ഹെവി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാഫിക്, ഒരു സിറ്റിക്കുള്ളിലെ ഹെവി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ട്രാഫിക്സ് നടക്കുന്നത് ഈ ആർട്ടീരിയൽ സ്ട്രീറ്റ്സിലാണ്. ഇനി ഈ ആർട്ടീരിയൽ സ്ട്രീറ്റ് എന്തിനൊക്കെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിനെയും അതേപോലെ ഒരു റെസിഡൻഷ്യൽ ഏരിയ, പുറത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയനെയും ജോയിൻ ചെയ്യുന്നത് ഈ ആർട്ടീരിയൽ സ്ട്രീറ്റ് വഴിയാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാർക്കിങ്ങും അതേപോലെ തന്നെ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. പെഡസ്ട്രിയൻസ് ഇൻ്റർസെക്ഷനിൽ മാത്രം ക്രോസ് ചെയ്യാനാണ് ഈ ആർട്ടീരിയൽ സ്ട്രീറ്റിൽ അലോ ചെയ്തിട്ടുള്ളൂ. അടുത്തത് സബ് ആർട്ടീരിയൽ സ്ട്രീറ്റ്. സബ് ആർട്ടീരിയൽ സ്ട്രീറ്റ് നമ്മുടെ ആർട്ടീരിയൽ സ്ട്രീറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ട്രാഫിക് ആയിരിക്കും. പിന്നെ ഇതും സിമിലർലി ആർട്ടീരിയൽ സ്ട്രീറ്റിനെ പോലെ തന്നെ പെഡസ്ട്രിയൻസ് അലോ ചെയ്തേക്കുന്നത്, അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻസിൽ ക്രോസ് ചെയ്യാൻ മാത്രമാണ് അലോ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ സബ് ആർട്ടീരിയൽ സ്ട്രീറ്റിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ബിസിനസ് ഏരിയയിൽ നിന്ന് 0.5 കിലോമീറ്റർ തൊട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് 3 to 5 കിലോമീറ്റർ ഇൻ റെസിഡൻഷ്യൽ ഏരിയ, അതാണ് ഈ സബ് ആർട്ടീരിയൽ സ്ട്രീറ്റിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയും സിമിലർലി പാർക്കിംഗ് അതേപോലെ ലോഡിങ് അൺലോഡിങ് ഒക്കെ റെസ്ട്രിക്റ്റഡും കൺട്രോൾഡും ആണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് കളക്ടർ സ്ട്രീറ്റ്. കളക്ടർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ സ്ട്രീറ്റിൽ നിന്നും ആർട്ടീരിയൽ സ്ട്രീറ്റിലേക്ക് ട്രാഫിക്കിനെ കണക്ട് ചെയ്യുന്നതാണ് കളക്ടർ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഈ കളക്ടർ സ്ട്രീറ്റിൻ്റെ സൈഡിലുള്ള എല്ലാ പ്രോപ്പർട്ടീസിൽ നിന്നും ഫുൾ ആക്സസ് അലൗഡഡ് ആണ്.
അതേപോലെ തന്നെ ഈ കളക്ടേഴ്സ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയയിലാകാം, കൊമേഴ്ഷ്യൽ ഏരിയയിലാകാം, ഇൻഡസ്ട്രിയൽ ഏരിയയിലും ആകാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പീക്ക് അവേഴ്സിലാണെങ്കിൽ ഈ പാർക്കിംഗ് ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. പീക്ക് അവേഴ്സ് അല്ലാത്ത സമയത്ത് ചില സമയങ്ങളിലൊക്കെ പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ് കാണത്തില്ല. ലാസ്റ്റ് വണ്ണാണ് ലോക്കൽ സ്ട്രീറ്റ്. ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻസ്, ബിസിനസ്, അതേപോലെ ബിസിനസ് ഏരിയ, എല്ലാ പ്രോപ്പർട്ടീസിൽ നിന്നും ഡയറക്റ്റ് ഓപ്പൺ ആക്സസ് ഉള്ള ആ ഒരു സ്ട്രീറ്റിനെയാണ് ലോക്കൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ ലോക്കൽ സ്ട്രീറ്റിൻ്റെ അകത്താണെങ്കിൽ അധികം വോളിയം ഓഫ് ട്രാഫിക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതേപോലെ ഇവിടെ പാർക്കിങ്ങിനോ അതേപോലെ പെഡസ്ട്രിയൻസിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇപ്പോൾ നമ്മുടെ ആ ഒരു അർബൻ റോഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്ട്രീറ്റും അതേപോലെ എത്ര ആ സ്ട്രീറ്റ് സിസ്റ്റം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രീറ്റ് എന്താണെന്ന് നോക്കാം. സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയയുടെ ഇൻറ്റേർണൽ പോർഷനിലുള്ള ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ആ റോഡിനെയാണ് നമ്മൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റ് റെസിഡൻഷ്യൽ ഏരിയയിലാകാം, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ അവരുടെ യൂസും പർപ്പസൊക്കെ ഉപയോഗിച്ച് റോഡ്സിനെയാണ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രീറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല. ഓരോ സ്ഥലങ്ങളിലും അവരുടെ ആ ആൾക്കാരുടെ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ പർപ്പസ് എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഈ സ്ട്രീറ്റ് സിസ്റ്റത്തിനെ നമ്മൾ 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ടൈപ്സ് നമുക്ക് നോക്കാം. 8 ഉണ്ട്. റെക്റ്റാങ്കുലർ സ്ട്രീറ്റ് സിസ്റ്റം, rectangular with superimposed diagonal street system, concentric street system, radial street system, combined of radial or rectangular street system, irregular medieval street system, topographical street system, combination of rectangular and irregular street system. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെ ഹെഡിങ് കേട്ടാൽ തന്നെ അതെന്താണ് അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ സ്ട്രീറ്റ് സിസ്റ്റം അത് എന്താണ് ഷോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് വണ്ണാണ് റെക്റ്റാങ്കുലർ സ്ട്രീറ്റ് സിസ്റ്റം. ഈ റെക്റ്റാങ്കുലർ സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെ പാറ്റേണിൽ സ്ട്രീറ്റ്സ് എല്ലാം യൂഷ്വലി ഈക്വൽ വിഡ്ത്താണ്. അതേപോലെ ഈ സ്ട്രീറ്റ് എല്ലാം ക്രോസ് ചെയ്യുന്നത് എപ്പോഴും റൈറ്റ് ആംഗിൾസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രീറ്റ് സിസ്റ്റത്തിനെ ഗ്രിഡ് അയൺ സിസ്റ്റം അല്ലെങ്കിൽ ചെക്കർ ബോർഡ്സ് പാറ്റേൺ എന്നും പറയും. ഇനി ഈ പാറ്റേൺ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് കൺട്രീസിലാണ്. അത് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള എക്സാമ്പിൾസ് ആണ് ഫിലാഡൽഫിയയും ജയ്പൂറും. അടുത്ത സ്ലൈഡിൽ ഷോ ചെയ്തേക്കുന്നത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓരോ സ്ട്രീറ്റും ഈക്വൽ വിഡ്ത്തിലാണ് കാണിച്ചേക്കുന്നത്. അതേപോലെ ആ സ്ട്രീറ്റിൻ്റെ ക്രോസിങ് റൈറ്റ് ആംഗിളാണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ സീരീസ് ഓഫ് പാരലൽ ലൈൻസ് ഉള്ളതുകൊണ്ട് ട്രാഫിക് കപ്പാസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ട്രാഫിക് എപ്പോഴും കംഫോർട്ടായിരിക്കും, അതുപോലെ കൺവീനിയൻ്റ് ആയിരിക്കും. ഇൻ്റർസെക്ഷൻസ് സിമ്പിളാണ്. അതുകൊണ്ട് ഇതിപ്പം ഈക്വൽ വിഡ്ത്തിലുള്ള സ്ട്രീറ്റും റൈറ്റ് ആംഗിളിൽ മാത്രം അതിൻ്റെ ക്രോസിങ്സും ഉള്ളത് കൊണ്ട് തന്നെ എക്കണോമിക് കൺസ്ട്രക്ഷനാണ്. പിന്നെ ഒരിടത്തും ഇറഗുലർ പോർഷൻസ് നമ്മൾ ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ലാൻഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അത് വെച്ചാൽ ഒന്നും ഉണ്ടാകത്തില്ല. ഇനി അടുത്തതാണ് റെക്റ്റാങ്കുലർ വിത്ത് സൂപ്പർഇമ്പോസ്ഡ് ഡയഗണൽ സ്ട്രീറ്റ് സിസ്റ്റം. ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കുലർ സിസ്റ്റത്തിനെ ഇംപ്രൂവൈസ് ചെയ്ത ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഡയഗണൽ സ്ട്രീറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ട്രീറ്റിലെ 2 ഡിസ്റ്റൻസിലുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഒരു ഡയഗണൽ സ്ട്രീറ്റും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിൽ ഈ ഡയഗണൽസ് എല്ലാം വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ അകത്ത് പാർക്കോ ഗാർഡനോ മെമ്മോറിയൽസ് അങ്ങനത്തെ അതൊക്കെ ആയിരിക്കും. ഇനി ഈ ഡയഗണൽസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ അകത്ത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ റെക്റ്റാങ്കുലർ പാറ്റേണും ഡയഗണലും മീറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻ്റർസെക്ഷൻ, ആ സ്ട്രീറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ഡേഞ്ചറസ് ആയിട്ടൊരു ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ചിലപ്പം
ചില സ്ഥലങ്ങളിൽ ഫോം ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം റെക്ടാങ്കുലർ സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ ഡയഗണൽ ആയിട്ടുള്ള സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് കോൺസെൻട്രിക് സ്ട്രീറ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിൽ റിംഗ് റോഡ്സ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ റോഡ്സ് കണക്ട് ചെയ്തേക്കുന്ന റേഡിയൽ റോഡ്സും ആയിട്ടാണ്. ഈ പാറ്റേണിനെ നമ്മൾ സ്പൈഡേഴ്സ് വെബ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇനി ഈ കോൺസെൻട്രിക് റിങ്സ് മെയിൻലി ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമതിലും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ഓവർലോഡഡ് ആയിരിക്കും. അത് നമുക്ക് ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സർക്കംഫറൻഷ്യൽ റോഡ്സും കാണാൻ പറ്റുന്നുണ്ട്, റേഡിയൽ റോഡ്സും കാണുന്നുണ്ട്. അത് സെൻറ്ററിൽ മീറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലാനാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് റേഡിയൽ സ്ട്രീറ്റ് സിസ്റ്റം. ഈ റേഡിയൽ സ്ട്രീറ്റ് സിസ്റ്റത്തിൻ്റെ പാറ്റേണിൻ്റെ അകത്താണെങ്കിൽ റിംഗ് റോഡ്സ് ഒരു കേന്ദ്ര നഗരിയുടെ ഒരു സെൻറ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ചുറ്റിയിട്ട് അങ്ങനെ പോകുകയാണ്. അതായത് ഒരു വീലിൻ്റെ സ്പോക്കിൻ്റെ ഒരു ഷേപ്പിന് സിമിലർ ആയിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം ആ സിവിക് സെൻറ്ററിൻ്റെ ആ കേന്ദ്ര നഗരിയുടെ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും കൂട്ടിക്കൊണ്ടുവരും ഇതിൻ്റെ പാറ്റേൺ കാരണം. ഈ റേഡിയൽ സ്ട്രീറ്റ് സിസ്റ്റം ഉള്ളതിൻ്റെ ആ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് മേ ബി പാലസ്, മാർക്കറ്റ്, പബ്ലിക് ഓഫീസ്, ബിൽഡിംഗ്, ഹിസ്റ്റോറിക്കൽ മോണമെൻറ്റ്സ്, ബ്യൂട്ടി സ്പോട്ട്, അങ്ങനെ പലതും ആകാം. എനിക്ക് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പിക്ചർ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഇനി അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് റേഡിയൽ ആൻഡ് റെക്ടാങ്കുലർ സ്ട്രീറ്റ് സിസ്റ്റം. ഇത് ഹെഡിങ്ങിൽ നിന്ന് തന്നെ അറിയാം റെക്ടാങ്കുലർ ആൻഡ് റേഡിയലിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ അകത്താണെങ്കിൽ റേഡിയൽ സ്ട്രീറ്റ് റെക്ടാങ്കുലർ സ്ട്രീറ്റായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാഫിക് ഫ്ലോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി കോമ്പിനേഷനെ വെച്ച് അല്ലെങ്കിൽ ബാക്കി പാറ്റേണിന് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സക്സസ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇനി അടുത്തതാണ് ഇറഗുലർ മെഡിയവൽ സ്ട്രീറ്റ് സിസ്റ്റം. ഇതിൻ്റെ അകത്താണെങ്കിൽ വേസ് ഒക്കെ ഇറഗുലർ ആയിരിക്കും. അതായത് ഒരു ഡെഫിനിറ്റ് പ്ലാൻ കാണില്ല ഈ സ്ട്രീറ്റ് സിസ്റ്റത്തിന്. അതേപോലെ ഈ ഒരു സ്ട്രീറ്റ് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതായത് മാറ്റം വരുത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇല്ലോജിക്കലായിരിക്കും. ഈ മെഡിയൽ സ്ട്രീറ്റ് പാറ്റേൺ ആണെങ്കിൽ സാധാരണ ഉള്ള ആ ഒരു ടൗണിനെ നമ്മൾ മെഡിയവൽ ടൗൺസ് എന്നും പറയും. ഇതിൽ മോഡേൺ ട്രാഫിക് ഒന്നും ഇതിൻ്റെ അകത്ത് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് എഫക്റ്റീവ്ലി നടക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് സിസ്റ്റവും അതിൻ്റെ ടൈപ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ള ടോപ്പിക്കാണ് പ്രസിങ്സ്. പ്രസിങ്സ് എന്ന വാക്ക് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ചർച്ചിൻ്റെ ചുറ്റുമുള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിനെയായിരുന്നു പ്രസിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യുന്നത് ആർട്ടീരിയലും സബാർട്ടീരിയലും റോഡ്സ് കൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ എൻക്ലോസ്ഡ് സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ആർട്ടിഫിഷ്യൽ എൻക്ലോസ്ഡ് സ്പേസിന് നമ്മൾ പ്രസിങ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ട്രാഫിക് ഒന്നും അലൗഡഡ് അല്ലാത്ത ആ ബിൽഡിങ്ങിന് നിയർ ആയിട്ടുള്ള ക്വയറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രസിങ്സ് എന്ന് പറയുന്നത്. ഇനി പ്രസിങ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒരു പ്രസിങ്സിൻ്റെ അകത്തുള്ള എല്ലാ റോഡും സ്ട്രിക്റ്റ്ലി ലോക്കൽ റോഡ്സ് ആയിരിക്കും. ഇനി ഓരോ പ്രസിങ്സും പ്ലാൻ ചെയ്യുന്നത് ഒരു റെസിഡൻസിൻ്റെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആയിട്ടാണ് ഓരോന്നും നമ്മൾ കാണുന്നത്. ഇനി ഈ പ്രസിങ്സിൻ്റെ അകത്തുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർട്ടീരിയൽ അല്ലെങ്കിൽ സബാർട്ടീരിയൽ റോഡ്സിന് ടുവേർഡ്സ് ഡയറക്റ്റ് ഫേസ് ചെയ്ത് ഒരിക്കലും ബിൽഡിംഗ് ഉണ്ടാകത്തില്ല. ഇനി റോഡ് സിസ്റ്റം, നമ്മുടെ പ്രസിങ്സിലുള്ള റോഡ് സിസ്റ്റവും സബാർട്ടീരിയൽ റോഡായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫ്യൂ ആയിരിക്കും. ഈ പ്രസിങ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാഫിക്കും കൊണ്ടുള്ള നോയ്സും ബഹളങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നത് ഈ പ്രസിങ്സ് ആണ്. ഇനി ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനും കൊണ്ട് മനസ്സിലാവുമെന്നറിയില്ല, ബിൽഡിങ്ങിൻ്റെ ഒരു ചുറ്റുള്ളൊരു ക്വയറ്റ് ഏരിയ ആണ് ഈ എൻക്ലോസ്ഡ് ഏരിയ പോർഷൻസിനെയാണ് ബിൽഡിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്.
അതിനാണ് പ്രസിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച 3 ടോപ്പിക്സും കവർ ചെയ്തു. ഇനി ഇതിന് കൂടെ ഒരു 2 എക്സാമ്പിളായിട്ട് ഒരു PSC, അതായത് ഡ്രാഫ്റ്റ്മാൻ ഓവർസിയർ PSCക്ക് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് PDF വഴി തരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർക്കംഫറൻഷ്യൽ ഏരിയ കൺസ്ട്രക്റ്റഡ് അറൗണ്ട് ആൻ അർബൻ ഏരിയ ടു എനേബിൾ ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക് ഈസ് കോൾഡ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പം സ്ട്രീറ്റ് അർബൻ റോഡ് ക്ലാസിഫിക്കേഷൻ്റെ അകത്താണ് പഠിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ 4 ഓപ്ഷൻസ് ഉണ്ട്. ലൂപ്പ് റോഡ്, റിംഗ് റോഡ്, ബൈപ്പാസ് റോഡ്, റേഡിയൽ റോഡ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റിംഗ് റോഡാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹൈവേ സിറ്റുവേറ്റഡ് വിത്ത് ഇൻ എനി മുനിസിപ്പൽ ഏരിയ ആർ കോൾഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. കളക്ടർ സ്ട്രീറ്റ്, സബ് ആർട്ടീരിയൽ സ്ട്രീറ്റ്, സിറ്റി റോഡ്സ്, ലോക്കൽ സ്ട്രീറ്റ്. ഇതിൻ്റെ ആൻസർ സി ആണ്, സിറ്റി റോഡ്സ്. താങ്ക് യു.